പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യെശയ്യാ പ്രവചന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നുമില്ല. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം. ദൈവമക്കളെ, യെശയ്യാ പ്രവാചകൻ നമ്മോട് പറയുകയാണ്, ഇസ്രായേൽ ജനം അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ ദൈവത്തെ അറിയുന്നില്ല. തന്റെ ഉടയവനായ ദൈവത്തെ അവരറിയുന്നില്ല. അവർ ത്യജിച്ചു കളഞ്ഞു. തന്നെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോയപ്പോൾ യെശയ്യാ പ്രവചനത്തിലൂടെ ദൈവം തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ കാളകളെ നോക്കുവീൻ. കാള തന്റെ ഉടയവനെ അറിയുന്നു. ഒരു മൃഗമായ കാള അതിന്റെ ഉടയവനെ അറിയുന്നു. കഴുത ലോകം നോക്കുമ്പോൾ ബുദ്ധിയില്ലാത്ത ഒരു ജീവിയാണ് കഴുത. ആ കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു. ഇപ്പോൾ കഴുത ഉടയവനെ അറിയുന്നു. ബുദ്ധിയില്ലാത്ത കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എങ്കിലോ ഇസ്രായേല്, തന്റെ ജനമായ ഇസ്രായേൽ ഉണ്ടല്ലോ, ആ ഇസ്രായേൽ ജനം ദൈവത്തെ അവൻ അറിയുന്നില്ല. ദൈവത്തെ, തന്റെ ജനമായ ഇസ്രായേൽ, ദൈവത്തിന്റെ ഇബ്രാഹാമിന്റെ സന്തതി പരം, എബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ദൈവത്തിന്റെ ആ യാക്കോബിന്റെ സന്തതി പരമ്പരകളുണ്ടല്ലോ, അവർ ദൈവത്തെ അറിയുന്നില്ല. അതുകൊണ്ട് ദുഃഖത്തോടെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവീൻ. നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുവപ്പായിരുന്നാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാം. കടലിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളുടെ പാപങ്ങളെ ഏളെ താഴ്ത്തി നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ പാവങ്ങളെ ശുദ്ധീകരിക്കുന്ന ആ ഒരു ദൈവമാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു വരുവീൻ എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് സങ്കീർത്തനം 50-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. 50-ാം സങ്കീർത്തനം ആസാഫിന്റെ സങ്കീർത്തനമാണ്. ആസാഫ് ദാവീദിന്റെ സംഗീത സദസ്സിലെ ഏറ്റവും പ്രധാനിയാണ്. ആസാഫ് പറയുകയാണ്, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ. ദൈവത്തെ നമ്മൾ മറന്നു കളഞ്ഞാൽ നമ്മൾ ഓർത്തുകൊള്ളുവീൻ. ഹല്ലേലൂയ, ഓർത്തുകൊള്ളുവീൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിയിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. നമ്മൾ ദൈവത്തെ വിട്ട് പോയാൽ, നാം ദൈവത്തെ മറന്നു കളഞ്ഞാൽ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ കീറിക്കളയുന്ന ദൈവമാണ്. സ്തോത്രം എന്ന യാഗമർപ്പിപ്പീൻ, എന്നെ മഹത്വപ്പെടുത്തുന്നു. തന്നെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവൻ അവൻ ദൈവത്തിന്റെ രക്ഷയെ കാണും. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, നാം ദൈവത്തെ മറന്നു കളയുന്നു എങ്കിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്, ഞാൻ നിന്നെ കീറിക്കളയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ തിരിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വരണം. അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കീറിക്കളയുന്ന ദൈവമാണ്. അതാണ് 50-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ജനങ്ങളെ വിളിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇട്ട് നിങ്ങൾ തിരിഞ്ഞു വരണം. നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ ഓർക്കണം. നമ്മെ സൃഷ്ടിച്ച ദൈവം നമുക്ക് വേണ്ടത് എല്ലാം നമുക്ക് തന്നിട്ടാണ് ഏദം തോട്ടത്തില് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് തന്റെ സ്വരൂപത്തിലായി ഈ മനുഷ്യനെ സൃഷ്ടിച്ച് ജീവശ്വാസം നമ്മളിൽ ഊതിയത്. ആ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. നിന്നോടുകൂടെ കൂട്ടായ്മ ആരാധിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷേ നീ എന്നിൽ നിന്ന് അകന്നകന്നു പോവുകയാണ്. അതുകൊണ്ട് സ്വന്തം മക്കളെ ഞാൻ വിളിക്കുന്നത് പോലെ ദൈവം നമ്മെ വിളിക്കുകയാണ്, ദിനം പ്രതി വിളിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരണം. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഹല്ലേലൂയ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അവൻ ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നത് എന്തിനാണ്? തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന്. ഹല്ലേലൂയ. ദൈവമാണ് നമ്മുടെ ന്യായാധിപതി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? ഹല്ലേലൂയ.
ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വരണം. നമ്മുടെ ഹനയാഗങ്ങളെ കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നില്ല. നമ്മുടെ ഹോമയാഗങ്ങൾ എപ്പോഴും അവന്റെ മുമ്പിലിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് കാളയെയോ കോലാടുകൊറ്റന്മാരെയോ അവൻ എടുക്കില്ല. കാട്ടിലെ സകല മൃഗങ്ങളും 1000 ജന്തുക്കളും മലമുകളിലെ പക്ഷികളൊക്കെയും ദൈവത്തിൻ്റെതാണ്. അവന് ദൈവത്തിന് വിശന്നാൽ നമ്മളോട് ചോദിക്കുകയില്ല. അവൻ കാളയുടെ മാംസം തിന്നുമില്ല, കോലാടുകുറ്റന്റെ രക്തം കുടിക്കുകയുമില്ല. ദൈവത്തിന് സ്വോത്രയാഗം അർപ്പിക്കുക. ഹല്ലേലൂയ. അത്യുന്നതന്റെ ചട്ടങ്ങളെ അനുസരിച്ച് അത്യുന്നതനോട് ചേർന്ന് ഇരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ വഴി നടത്തുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. മൃഗങ്ങളെ നോക്കുക. ആ മൃഗങ്ങൾ മനുഷ്യനേക്കാൾ എത്രയോ ഭേദമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. റോമാലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊളരുവാത്രായിത്തീരുന്നു, നന്മ ചെയ്യുന്നതിനില്ല, ഒരുത്തൻ പോലുമില്ല. ഈ ഭൂമിയിൽ നീതിമാന്മാർ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? ദിനം പ്രതി ദൈവത്തിന്റെ സന്നിധിയിൽ കഴുകൽ പ്രാപിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് ചേർന്ന് ദൈവത്തോട് ഏറ്റവും കൂടുതൽ പറ്റിയിരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുവാത്രായി തീർന്നു, നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലുമില്ല. അവിടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അതിരങ്ങൾക്ക് കീഴെയുണ്ട്, അവിടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ നിന്നേക്ക് തിരിഞ്ഞു വരണം എന്ന് പറയുകയാണ്. ദൈവം നമ്മെ ഓർപ്പെടും. നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ പാവങ്ങളെ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ അത് ക്ഷമിക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അവർ ക്രൂശിന്മേൽ മരിച്ച് ഹല്ലേലൂയ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കുന്നു എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ മടങ്ങി വരുവീൻ. ഹല്ലേലൂയ. കാളകളെ നോക്കുവീൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. ഹല്ലേലൂയ. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളമായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. അവർ ദൈവത്തെ ഉപേക്ഷിച്ച് അവർ പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. കാളയെ നോക്കുവീൻ. അത് മനുഷ്യൻ ഇസ്രായേൽ ജനത്തെക്കാളും എത്രയോ ഭേദമാണ്. അവന് തന്റെ യജമാനോട് നന്ദിയുള്ളവനാണ്. കഴുതയെ നോക്കുവീൻ. തന്റെ യജമാനോട് നന്ദിയുള്ളവനാണ്. പക്ഷേ നമ്മെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടത് എല്ലാം തന്ന മനുഷ്യനോ ഇസ്രായേൽ ജനമോ എബ്രഹാമിന്റെ സന്തതി പരമ്പരയോ നിങ്ങൾക്ക് നന്ദിയില്ല. ഹല്ലേലൂയ. മൃഗം നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് എന്ന് യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഏതൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവന്റെ രക്തം കൊണ്ട് നമ്മുടെ പാവങ്ങളെ ശുദ്ധീകരിച്ച് കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്ത യേശുവുണ്ട്. നമുക്ക് വേണ്ടി പരമയാഗമായി ക്രൂശിന്മേൽ മരിച്ച ഒരു യേശുവുണ്ട്. ആ യേശുവിന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കാമെന്ന് അവൻ നമുക്ക് വാഗ്ദത്തം പറഞ്ഞതാണ്. ഇസ്രായേലിന്റെ ദൈവം ഹല്ലേലൂയ പരിശുദ്ധനായ ദൈവം വ്യാജം പറയുകയില്ല, അനുദപിക്കുകയുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ തിരിഞ്ഞു വരണം. നമ്മൾ എത്ര പാപങ്ങൾ ചെയ്തു എങ്കിലും നമ്മൾ തിരിഞ്ഞു വന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മെ രക്ഷിക്കുവാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.